കഥ ആരംഭിക്കുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷനിലാണ്. അഫ്ഗാനിസ്ഥാനിൽ US ആർമിയുടെ നേതൃത്വത്തിൽ ഒരു ഓപ്പറേഷൻ നടക്കുകയായിരുന്നു. അവിടെ വെച്ച് ജാക്ക് എന്ന പേരുള്ള പട്ടാളക്കാരനും അദ്ദേഹത്തിന്റെ സംഘവും ലീഡർ മേസനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ സ്ഫോടക വസ്തുവുമായി നിന്നിരുന്ന ഒരു അക്രമകാരിയെ US ആർമി ചുറ്റിവളഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അയാൾ പാനിക്കായി തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങുകയാണ്. അതോടെ ആർമി ഉദ്യോഗസ്ഥർ അയാളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾ നിന്നയിടത്ത് ഒരു സ്ഫോടക വസ്തു സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് നശിപ്പിക്കുവാൻ ലീഡർ മേസനോട് ജാക്ക് നിർദ്ദേശം ചോദിച്ചു. അതൊന്നും വേണ്ട, മടങ്ങി വരാനായിരുന്നു മേസൻ ഉത്തരവിട്ടത്. എന്നിരുന്നാലും റിസ്ക് എടുത്ത് ജാക്ക് അത് ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി എന്നവർ സമാധാനിച്ചു നിൽക്കെ പെട്ടെന്ന് അവിടുണ്ടായിരുന്ന മറച്ചുവെച്ചിരുന്ന മറ്റൊരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. തൊട്ടു പിന്നാലെ മറഞ്ഞിരുന്ന അക്രമകാരികൾ തീവ്രവാദികൾ ആക്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നടന്ന ആ പോരാട്ട സംഭവങ്ങളിലും അക്രമങ്ങളിലും പെട്ട് ജാക്കിന്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ലീഡർ മേസന്റെ കാലിൽ വെടിയേറ്റു. ജാക്ക് വരെ കൊല്ലപ്പെടേണ്ടതായിരുന്നെങ്കിൽ പോലും എതിരാളിയെ മേസൻ വെടിവെച്ചു കൊന്നതുകൊണ്ട് ജാക്കിന്റെ ജീവൻ രക്ഷപ്പെടുകയുണ്ടായി. പിന്നാലെ ഒരു ഹെലികോപ്റ്റർ അവരുടെ രക്ഷയ്ക്കെത്തുന്നുണ്ടായിരുന്നു. പിന്നീട് 5 കൊല്ലത്തിനു ശേഷം ജയ്ക്ക് എന്ന് വിളിക്കപ്പെടുന്ന ജാക്ക് ഒരു മെക്കാനിക് വർക്ക്ഷോപ്പിൽ ജോലി നോക്കുകയാണ്. ആ ഒരു സംഭവത്തോടെ ജയ്ക്ക് ആർമി വിട്ടിരുന്നു. അതിനുശേഷം അന്നത്തെ സംഭവങ്ങളുടെ ട്രോമ ജയ്ക്കിനെ വല്ലാതെ ബാധിച്ചു. PTSDക്ക് അവനിപ്പോൾ മെഡിസിൻ എടുക്കുന്നുമുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ജയ്ക്ക് കഷ്ടപ്പെടുകയായിരുന്നു. ഏളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓട്ടോ വർക്ക്ഷോപ്പിലാണ് ജയ്ക്ക് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ജോലി കഴിഞ്ഞാൽ ജയ്ക്ക് നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ഭാര്യയും മകനും ജയ്ക്കിനെ കാത്തിരിക്കുന്നുണ്ട്. മകനോടൊന്നിച്ച് ജയ്ക്ക് ഒരുപാട് സമയം കളിച്ചു ചിരിച്ച് ചിലവഴിക്കും. മകൻ ഉറങ്ങിക്കഴിയുമ്പോഴാണ് ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങൾ ഭാര്യയിലൂടെ ജയ്ക്കിന് മുമ്പിലെത്തുക. അടയ്ക്കാൻ കിടക്കുന്ന ബില്ലുകൾ, പണമില്ലായ്മ, മുന്നോട്ടുള്ള ജീവിതം എത്തരത്തിലാകുമെന്ന് ഒരു പിടിയുമില്ല. എന്നിരുന്നാലും ജയ്ക്ക് ഭാര്യയെ ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. അടുത്ത ദിവസം പതിവ് പോലെ ജയ്ക്ക് വർക്ക്ഷോപ്പിലേക്ക് പോയി. അവിടെത്തുമ്പോൾ ഒരു സംഘം ഗ്യാങ്സ്റ്റേഴ്സ് അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഏൾ അവരിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടെന്നും അത് തിരികെ വാങ്ങാൻ വന്നതാണ് എന്നുമായിരുന്നു അവർ വാദിച്ചത്. ജയ്ക്ക് അവരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ നോക്കിയതും ഫ്രഷ് എന്നു പേരുള്ള ഗ്യാങ്സ്റ്റേഴ്സ് ലീഡർ ജയ്ക്കിനെ ആക്രമിക്കാൻ ഉത്തരവിടുകയാണ്. സോൾജറായിരുന്ന ജയ്ക്കിന് ആ ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ ഒരു സംഭവം തന്നെയാണോ? ജയ്ക്ക് അവരെ വളരെ എളുപ്പത്തിൽ അടിച്ചിട്ടു. അതോടെ ഫ്രഷ് എന്ന പേരുള്ള അവരുടെ ലീഡർ നിന്നെ പിന്നെ എടുത്തോളാം എന്ന് വാൺ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ജയ്ക്ക് പിന്നാലെ മുതലാളി ഏളിന്റെ അടുത്ത് ചെന്ന് എന്താ നടക്കുന്നതെന്ന് തിരക്കി. ഏളുള്ള കാര്യം പറഞ്ഞു. താൻ പണ്ട് ആ ഗ്യാങ്സ്റ്റേഴ്സ് സംഘത്തിലെ അംഗമായിരുന്നെന്നും ഒക്കെ വിട്ടുകളഞ്ഞ ഈ ഇടവും വർക്ക്ഷോപ്പും വീടെന്ന് വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൃഷ്ടിച്ചെടുത്തത് പക്ഷേ ജീവിക്കാൻ അവർ അനുവദിക്കുന്നില്ല എന്നും ഏള് വിശദീകരിച്ചു. ഒന്നിനും മടിക്കാത്ത കൂട്ടരാണെന്നും സൂക്ഷിക്കണമെന്നും ഏള് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അത് കേട്ടതും ജയ്ക്കിന് അല്പം ടെൻഷൻ തോന്നുന്നുണ്ട്. സന്ധ്യയോടെ ജോലി കഴിഞ്ഞ് ജയ്ക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന്റെ മുമ്പിൽ നിന്ന് ഫ്രഷിന്റെ കാറ് പോകുന്നത് ജയ്ക്ക് കണ്ടു. നിനക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫ്രഷ് പോയത്. ജയ് കൂടി വീടിനകത്തേക്ക് കയറി ചെന്നു. അവിടെ കണ്ട കാഴ്ച ജയ്ക്കിനെ തകർക്കുന്നതായിരുന്നു. തന്റെ ഭാര്യയും കുഞ്ഞും കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഫ്രഷും സംഘവുമാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ജയ്ക്കിന് മനസ്സിലാക്കാൻ അധിക നേരമൊന്നും വേണ്ടിയിരുന്നില്ല. അടുത്ത നിമിഷം കാറെടുത്ത് അവിടെ നിന്ന് പോയി. ഫ്രഷിനെയും സംഘത്തെയും തിരയിലായിരുന്നു ജയ്ക്ക് ആദ്യം ചെയ്തത്. ക്ലിപ്പിന് മുമ്പിൽ ഫ്രഷിന്റെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ജയ്ക്ക് കണ്ടു. തന്റെ തോക്കുമെടുത്ത് അകത്തേക്ക് കയറി ചെന്ന ജയ്ക്ക് അവിടുണ്ടായിരുന്ന ഫ്രഷിന്റെ ഓരോ ആളുകളെയും ഒടുവിൽ ഫ്രഷിനെ തന്നെയും എതിരിടുകയാണ്. തന്റെ മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അല്ലാതെ ജയ്ക്കിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലാൻ തനിക്ക് വട്ടൊന്നുമില്ല എന്ന് ഫ്രഷ് പറഞ്ഞെങ്കിലും ജയ്ക്കൊന്നും കേൾക്കാൻ നിൽക്കാതെ ഫ്രഷിനെ അങ്ങ് വെടിവെച്ചു കൊന്നുകളഞ്ഞു. നടന്ന ആ സംഭവങ്ങളുടെ പേരിൽ ജയ്ക്ക് അതോടെ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. പഴയ ട്രോമകളും ഭാര്യയുടെയും മകന്റെയും മരണം സമ്മാനിച്ച പുതിയ ട്രോമയും ജയ്ക്കിന്റെ മാനസികാവസ്ഥയെ വലിയ തോതിൽ ബാധിക്കാൻ തുടങ്ങിയിരുന്നു. ജയിലിന്റെ അകം കൂടിയായപ്പോൾ ജയ്ക്കിന്റെ മനോനില തന്നെ മാറി മറിഞ്ഞു. അങ്ങനെ കുറച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ജയ്ക്കിന്റെ പഴയ കമാൻഡർ മേസൻ ജയ്ക്കിനെ കാണാനെത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ജയ്ക്ക് മേസനെ കാണുന്നത്. ജയ്ക്കിന്റെ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ താൻ സഹായിക്കാമെന്നും ജയ്ക്ക് അങ്ങനെ ജയിലിൽ കിടക്കേണ്ടവനല്ലെന്നും പുറത്തിറങ്ങാനുള്ള വഴി ശരിയാക്കാം എന്നും മേസൻ ജയ്ക്കിനോട് പറഞ്ഞു. പക്ഷേ ജയ്ക്കിന് മറുത്തൊരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ ഭാര്യയെയും മകനെയും കൊന്നവരെയാ ഞാൻ കൊന്നത്. എനിക്കതിൽ ഒരു പശ്ചാത്താപവുമില്ല. ഞാനിവിടെ കഴിയേണ്ടവൻ തന്നെയാ. എനിക്ക് കേസ് ഓപ്പൺ ചെയ്യണമെന്നോ ഇവിടെ നിന്ന് പുറത്തു വരണമെന്നോ ഇല്ല. എനിക്കൊന്നും തന്നെ ചെയ്യാനുമില്ല. അതുകൊണ്ട് എന്നെ കാണാൻ ഇതും പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ജയ്ക്ക് മേസന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. വൈകാതെ അടുത്തൊരു ദിവസം റാംസി എന്നൊരു വ്യക്തി ജയ്ക്കിനെ സന്ദർശിക്കാനെത്തി. താനൊരു പ്രൈവറ്റ് ടാസ്ക് ഫോഴ്സ് നടത്തുന്നുണ്ടെന്നും ജയ്ക്കിന് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നും റാംസി ചോദിച്ചു. ജയ്ക്കിനെത്താൻ കുറച്ചുനാൾ
നാളുകളായി നിരീക്ഷിച്ചു വരികയാണെന്നും തങ്ങളുടെ ടീമിന് പറ്റിയ അംഗമാണ് ജെയ്ക്കെന്നും റാംസി വിശദീകരിച്ചു. പക്ഷേ ജെയ്ക്ക് റാംസിയെയും തള്ളിപ്പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞുവിടുകയും സെല്ലിലേക്ക് മടങ്ങുകയുമായിരുന്നു ചെയ്തത്. അന്ന് രാത്രിയിൽ ജെയ്ക്ക് തന്റെ പഴയകാലമൊക്കെ ഓർമ്മിച്ച് സെല്ലിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാസ്ക് വെച്ച കുറച്ചാളുകൾ കയറി വന്നു. ജെയ്ക്കിനെ മയക്കിക്കെടുത്തുന്ന ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അവർ ജെയ്ക്കിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയാണ്. ബോധം തെളിയുമ്പോൾ ജെയ്ക്ക് ജയിലിന് പുറത്തായിരുന്നു. ചുറ്റിലും കുറച്ചാളുകൾ ആയുധധാരികളായി നിൽക്കുന്നുമുണ്ട്. റാംസിയും സംഘവുമായിരുന്നു അത്. റാംസിയുടെ ഓർഗനൈസേഷനായ സെക്ഷൻ 8 റൂളുകളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. തങ്ങളുടെ കൂടെ കൂടിയാൽ ജെയ്ക്കിന് മറ്റൊരു പുതിയ ജീവിത ലക്ഷ്യമുണ്ടാകും എന്നൊക്കെ റാംസി വിശദീകരിച്ചു. പക്ഷേ അതിലൊന്നും ജെയ്ക്ക് വീഴുന്നുണ്ടായിരുന്നില്ല. പക്ഷേ റാംസി ഒടുവിൽ ഒരു കാര്യം പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്ക്, ജെയ്ക്ക് ഒരു ഹീറോയെ പോലെ ജീവിക്കുന്നതായിരിക്കുമോ അതോ ഒരു കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്നതായിരിക്കുമോ ജെയ്ക്കിന്റെ മകൻ ഇഷ്ടപ്പെടുക? റാംസിയുടെ ആ ചോദ്യത്തിനു മുമ്പിൽ ജെയ്ക്ക് വീണു. ഒടുവിൽ സെക്ഷൻ 8 ജോയിൻ ചെയ്യാൻ ജെയ്ക്ക് സമ്മതിക്കുകയാണ്. അങ്ങനെ ജെയ്ക്കുമായി അവർ വാഷിംഗ്ടൺ DC-യിലേക്ക് പോകുന്നു. അവിടുത്തെ സങ്കേതത്തിൽ വെച്ച് റാംസി ടീമിലെ മറ്റംഗങ്ങളെ ജെയ്ക്കിന് പരിചയപ്പെടുത്തുകയാണ്. ഏലിയാസ്, ഏജാക്, ബ്രണ്ണർ, മുള്ളർ എന്നിവരായിരുന്നു അവർ. സെക്ഷൻ 8-ന് വാഷിംഗ്ടൺ DC-യിൽ തന്നെ 8 ഓപ്പറേറ്റീവുകളും ലോകത്തിന്റെ പല ഭാഗത്തായി മറ്റ് ഓപ്പറേറ്റീവ്സുമുണ്ട് എന്ന് റാംസി വിശദീകരിച്ചു. പിന്നാലെ തങ്ങളുടെ ജോലിയുടെ സ്വഭാവവും റാംസി വിശദീകരിക്കുകയാണ്. അവർക്ക് വേണ്ട ജോലികൾ വരുന്നത് നാഷണൽ സെക്യൂരിറ്റി സർവീസിൽ നിന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമൊക്കെയായിരിക്കും. നിയമങ്ങൾക്ക് അതീതമായി അവരാ ജോലി പൂർത്തീകരിക്കും. കൂടുതലും നാഷണൽ സെക്യൂരിറ്റിക്കെതിരെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സംരക്ഷിക്കാനാണ് അവർ പ്രവർത്തിക്കുന്നത്. നിലവിൽ ജെയ്ക്ക് ഒരു തുടക്കക്കാരനായതുകൊണ്ട് ആദ്യത്തെ മിഷനുകളിലൊക്കെയും മുള്ളർ ജെയ്ക്കിനെ സപ്പോർട്ട് ചെയ്ത് കൂടെയുണ്ടാകും. ജെയ്ക്ക് സീനിയറായി കഴിയുമ്പോൾ ജെയ്ക്ക് തനിച്ച് മിഷനുകൾ ചെയ്യേണ്ടിയും വരും. ജെയ്ക്കിന് സെക്ഷൻ 8-ന്റെ പക്കൽ നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു അപ്പാർട്ട്മെന്റും വാഹനങ്ങളും മറ്റും ലഭിക്കും. മാത്രമല്ല ജെയ്ക്കിന് സെക്ഷൻ 8 പുതിയൊരു ഐഡന്റിറ്റിയും നൽകും. ജയിലിലുള്ള ജെയ്ക്ക് കൊല്ലപ്പെട്ടു എന്ന തരത്തിലായിരിക്കും പുറം ലോകം അറിയുന്നത്. പിന്നാലെ റാംസി അവിടെ നിന്ന് പോയി. അടുത്തത് ജെയ്ക്കിനെ ഒരുക്കാനുള്ള ആദ്യഘട്ട പരിശീലനം നൽകാനുള്ള ടീമിന്റെ ശ്രമങ്ങളായിരുന്നു. ജെയ്ക്കിനെ ടെസ്റ്റ് ചെയ്യണം. ഏജാക്ക് അതിനുവേണ്ടി ജെയ്ക്കിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യമൊന്നും ജെയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞതും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തിയതും ജെയ്ക്ക് ഏജാക്സിനെ ഒറ്റ നീക്കത്തിൽ കടന്നാക്രമിച്ചു. പേനയെടുത്ത് ഏജാക്സിന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ വരെ ജെയ്ക്ക് അടുത്തു ചെന്നു. പെട്ടെന്ന് ഭാര്യയുടെയും മകന്റെയും ഓർമ്മകൾ വന്നതുകൊണ്ട് ജെയ്ക്ക് പിന്മാറുകയായിരുന്നു. പിന്നാലെ ജെയ്ക്ക് അവിടെ നിന്ന് പോയി. ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന ഏജാക്സ് ആകട്ടെ ജെയ്ക്ക് ഭയം കാണിച്ചു. അവൻ നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ ഓക്കെയല്ല എന്ന് പറഞ്ഞെങ്കിലും മുള്ളർ അത് അങ്ങനെയല്ല എന്ന് എതിർക്കുകയാണ്. അധികം വൈകാതെ മുള്ളറും ജെയ്ക്കും കൂടി ജെയ്ക്കിന്റെ ആദ്യത്തെ മിഷന് പോവുകയായിരുന്നു. വിമാനത്തിൽ വെച്ച് മുള്ളർ മിഷൻ ജെയ്ക്കിനോട് വിശദീകരിച്ചു. അവരുടെ ടാർഗറ്റ് കാസ്റ്റിലോ എന്ന് പേരുള്ള ഒരു ആയുധ കച്ചവടക്കാരനാണ്. അയാൾ റഷ്യൻസുമായി കൈകോർത്ത് ആയുധ കച്ചവടത്തിനും വിവര കൈമാറ്റത്തിനും ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. അയാളെ വകവരുത്തലാണ് അവർക്കുമേൽ കിട്ടിയിരിക്കുന്ന ദൗത്യം. റഷ്യൻസും കാസിലോയും തമ്മിൽ മീറ്റിംഗ് നടക്കുന്നിടത്തേക്കായിരുന്നു ജെയ്ക്കും മുള്ളറും വന്നെത്തിയത്. ഇരുകൂട്ടരും തമ്മിൽ ചെറിയ വാക്കുതർക്കം നടക്കുമ്പോൾ ജെയ്ക്ക് അവിടെ ഒരാളെ വെടിവെച്ചു കൊന്നു. അതോടെ രണ്ടു കൂട്ടരും തമ്മിൽ വെടിവെപ്പും ഷൂട്ടൌട്ടും ആരംഭിക്കുകയാണ്. നിരവധി പേർ ആ ഷൂട്ടൌട്ടിൽ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവരെ കടന്നെത്തിയ ജെയ്ക്ക് വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ കാറിനകത്തുള്ള 2 പെൺകുട്ടികളെ വെടിവെക്കാൻ ജെയ്ക്ക് വന്നെങ്കിലും നിരപരാധികളായ ബന്ദികളാണവർ എന്ന് മനസ്സിലാക്കിയതും ജെയ്ക്ക് അതിൽ നിന്ന് പിന്മാറുകയാണ്. കാസിലോയിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് തന്റെ കൈവശപ്പെടുത്തി ജെയ്ക്ക് അവിടെ നിന്ന് തിരികെ പോന്നു. ദൗത്യത്തിനു ശേഷം അവർ ബേസിലേക്ക് തിരികെ എത്തി. പക്ഷേ ജെയ്ക്കിനെ റാംസി ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ്. എല്ലാവരെയും കൊലപ്പെടുത്തേണ്ടത് ജെയ്ക്കിന്റെ ദൗത്യമായിരുന്നു എന്ന് റാംസി പറഞ്ഞപ്പോൾ അവർ ഇരകളും നിരപരാധികളും മാത്രമാണെന്നും അവരെ കൊല്ലാൻ പറ്റില്ല എന്ന് ജെയ്ക്ക് പറഞ്ഞു. ഓർഡറുകൾ അനുസരിച്ചില്ലെങ്കിൽ അവരെ വീണ്ടും ജയിലിലേക്ക് അടയ്ക്കും എന്ന് റാംസി ഭീഷണിപ്പെടുത്തിയപ്പോൾ ജെയ്ക്ക് അവിടെ നിന്ന് തിരികെ നടന്നു പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മുള്ളർ റാംസിക്കടുത്ത് ജെയ്ക്ക് മികച്ച രീതിയിലാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് വിശദീകരിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് ഏജാക്സ് കടന്നു വന്നു. ജെയ്ക്ക് ടീമിന് പറ്റിയ ആളല്ലെന്നും അവൻ റാംസിക്ക് പറ്റിയൊരു തെറ്റാണെന്നും ഏജാക്സ് അവിടെ വെച്ച് ഒന്നുകൂടി പറഞ്ഞു. അത് കഴിഞ്ഞതും റാംസി മറ്റൊരാളെ കോൾ ചെയ്യുകയാണ്. ലോക്ക് എന്നായിരുന്നു അയാളുടെ പേര്. ലോക്കും റാംസിയുടെ സംഘത്തിലെ മറ്റൊരു ഏജന്റാണ്. ലോക്കിന് റാംസി ഒരു ദൗത്യം കൊടുത്തിരുന്നു. ഏറെ സെക്യൂരിറ്റിയുള്ള കെട്ടിടത്തിനകത്തേക്ക് ആളുകളെ കൊന്ന് കടന്നു കയറിയ ലോക്ക് തന്റെ ടാർഗറ്റിനെ കൊല്ലാനായി തോക്ക് ചൂണ്ടി. ലോക്കിന് കുറെ പണം വാഗ്ദാനം ചെയ്ത് കൈക്കൂലി കൊടുത്ത് വശത്താക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും മറ്റൊന്നും നോക്കുവാൻ ലോക്കിനുണ്ടായിരുന്നില്ല. അയാളെ കൊന്ന് പുറത്തുണ്ടായിരുന്ന ഗാർഡുകൾക്ക് നേരെ ആക്രമണം നടത്തി ലോക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. അത്രമേൽ മികച്ച ഒരു ഏജന്റാണ് ലോക്കെന്ന് ആ നിമിഷം വ്യക്തമാകുന്നുണ്ടായിരുന്നു. മറുവശത്ത് ജേക്ക്
ജേക്കാകട്ടെ സെക്ഷൻ 8 കൊടുത്ത് പുതിയ വീട്ടിലേക്ക് മാറുകയായിരുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിനകത്ത് തന്റെ പഴയ ടീംമേറ്റ്സിന്റെ ഒപ്പമുള്ള മിലിറ്ററി ഫോട്ടോയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ജേക്ക് അതിശയത്തോടെ നോക്കിക്കാണുന്നുണ്ട്. പണ്ട് മേസനോടൊത്തുണ്ടായ ഒരു കോൺവെർസേഷൻ ആ സമയം ജേക്ക് ഓർത്തു. താൻ കാരണമാണ് ഏവരും കൊല്ലപ്പെട്ടത്, മേസനും വെടിയേറ്റത് എന്ന കുറ്റബോധത്തിൽ ജേക്ക് നിന്നിരുന്ന സമയമായിരുന്നു അത്. പക്ഷേ മേസൻ അതാരുടെയും കുറ്റമല്ലെന്നും ആർമി ഓഫീസർ എന്ന നിലയ്ക്ക് അതിധീരമായാണ് നീ പ്രവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. പിന്നീട് ജേക്ക് ഒരു ബാറിലിരിക്കുമ്പോൾ മുള്ളർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. റാംസിയെ പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ ജേക്കിന് അറിയണമെന്നുണ്ടായിരുന്നു. മുള്ളറോട് ജേക്ക് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും തനിക്കും കൂടുതൽ വിവരമൊന്നും അറിയില്ല എന്നായിരുന്നു മുള്ളർ മറുപടി പറഞ്ഞത്. താനും ആർമിയിലായിരുന്നെന്നും ഒരു കമാൻഡറെ അടിച്ചതിന് തന്നെ പുറത്താക്കിയെന്നും മുള്ളർ വിശദീകരിക്കുകയും ചെയ്തു. അവരുടെ അടുത്ത ദൗത്യം രാഷ്ട്രീയക്കാരനായ സെനറ്റർ ഗ്രഹാമിനെ കൊലപ്പെടുത്തലും സെനറ്ററുടെ പക്കലുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ കളക്ട് ചെയ്യലുമായിരുന്നു. സെനറ്റർ ഗ്രഹാം ഒരു രാജ്യദ്രോഹിയാണെന്നും റാംസി വിശദീകരിച്ചു. അവിടുത്തെ സെക്യൂരിറ്റിയും പ്രധാന രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അയാളെ കൊലപ്പെടുത്തലും ഒട്ടും എളുപ്പമായിരിക്കില്ലെന്നും അതുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് മടിക്കാതെ പ്രവർത്തിക്കണം എന്നും റാംസി ഏവരോടും പറഞ്ഞു. പ്രത്യേകിച്ച് ജേക്കിനോട് അതെടുത്തു പറയുക കൂടി ചെയ്തു. അധികം വൈകാതെ ജേക്കും സംഘവും കാലിഫോർണിയയിലുള്ള ഗ്രഹാമിന്റെ ഇവന്റ് നടക്കുന്ന ഇടത്തേക്ക് ലാൻഡ്സ്കേപ്പേഴ്സിനെ പോലെ വേഷം മാറി എത്തുകയാണ്. മുള്ളർ ഡിജിറ്റൽ എവിഡൻസുകൾ മോഷ്ടിക്കുവാൻ ആളുകളെ കൊന്നകത്ത് കടന്നതും സെക്യൂരിറ്റി അലേർട്ടായി. അവർ ഗ്രഹാമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ നോക്കി. മറുവശത്ത് മുള്ളർ സെനറ്ററുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രക്ഷപ്പെട്ടു പോകുന്ന ഗ്രഹാമിനെ കൊല്ലുവാൻ ജേക്ക് പിന്നാലെ കുതിച്ചു. ഒടുവിൽ ഗ്രഹാം രക്ഷപ്പെട്ടു പോവാൻ ഉപയോഗിച്ച വണ്ടിക്ക് മുമ്പിലെത്തി സെക്യൂരിറ്റി ഗാർഡുകളെ കൊന്ന് ഗ്രഹാമിന് നേരെ തോക്ക് ചൂണ്ടി നിന്നു. പക്ഷെ തനിക്ക് ഫാമിലി ഉണ്ടെന്നും കൊല്ലരുതെന്നും ഗ്രഹാം അപേക്ഷിക്കുകയാണ്. ജേക്ക് അതോടെ ഒരു നിമിഷം മടിച്ചു നിൽക്കാൻ തുടങ്ങി. പക്ഷെ കൃത്യസമയം ഏജാക്സും സംഘവും മുകളിലുണ്ടായിരുന്നു. ജേക്ക് മടിച്ചു നിൽക്കുന്ന കണ്ടതും മടിച്ചു നിൽക്കാൻ പാടില്ല ജേക്ക് എന്ന് ജേക്കിനെ വാൺ ചെയ്ത് ഗ്രഹാമിനെ വെടിവെച്ചു കൊല്ലുകയാണ്. ഫാമിലിയുള്ള ഒരാളുടെ മരണം അങ്ങനെ കൺമുമ്പിൽ നടന്നതൊക്കെ ജേക്കിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ ചെയ്യുന്നത് തെറ്റുകൾ തന്നെയാണോ എന്നൊക്കെ ജേക്കിന് തോന്നാൻ തുടങ്ങി. കുറ്റബോധത്തോടെ തിരികെ വീട്ടിലേക്കെത്തി അവൻ കുടിച്ചിരിക്കുമ്പോൾ പുറത്ത് ആയുധധാരികളായിട്ടുള്ള കുറച്ചാളുകൾ തന്നെ കൊലപ്പെടുത്താനെന്ന പോലെ വീട്ടിലേക്ക് കടന്നു കയറുന്നത് ജേക്ക് ശ്രദ്ധിക്കുകയാണ്. ജേക്ക് അവിടെ നിന്ന് സുരക്ഷിതമായി മറഞ്ഞിരുന്നു. അവർ ജേക്കിനായി വീടിൽ മുഴുവൻ തിരച്ചിൽ നടത്തി. പക്ഷേ ഇതിനിടയിൽ ജേക്ക് സുരക്ഷിതമായി പുറത്തു കടന്നിരുന്നു. ജേക്ക് അവിടെ നിന്ന് നേരെ പോയത് മേസന്റെ വീട്ടിലേക്കാണ്. ജേക്കിന് വിശ്വസിക്കാൻ പറ്റുന്ന അറിയാവുന്ന ഒരേ ഒരാൾ അപ്പോൾ മേസൻ മാത്രമായിരുന്നു. തന്റെ ജീവിതത്തിൽ നടന്ന അത്രയും കാര്യങ്ങൾ ജേക്ക് മേസനോട് വിശദീകരിച്ചു. തന്നെ കൊല്ലാനായി ഇപ്പോൾ ശ്രമിക്കുന്നത് റാംസിയും ആളുകളും ആയിരിക്കുമെന്നും അവർ വിചാരിച്ച പോലെ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് ജേക്ക് മേസനോട് പറഞ്ഞു. ഒക്കെ കേട്ടതും മേസൻ മറുപടി പറയുകയാണ്. യാഥാർത്ഥ്യത്തിലുള്ള സെക്ഷൻ 8 90കളിലെ ഇല്ലാതാക്കിയതാണ്. ഇതിപ്പോൾ നിന്നെ കബളിപ്പിച്ചിരിക്കുന്നു. നീ പറയുന്ന കേട്ടിട്ട് CIA എന്നും FBI എന്നും ആർമിയെന്നും ഒക്കെയുള്ള അപമാനിക്കപ്പെട്ട് പുറത്താക്കിയ കുറെ പട്ടാളക്കാരുടെ ഏജന്റിന്റെ സംഘമായിട്ട് ഇതെനിക്ക് തോന്നുന്നേ. അവരെ എതിർത്ത് നീ പുറത്തു വന്നെന്ന് പറയുമ്പോ കൂടുതൽ സൂക്ഷിക്കണം. നിന്റെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കും. റാംസി എന്ന പേര് താൻ ഇതുവരെ കേട്ടിട്ടില്ലെന്നും എന്തായാലും താൻ കുറച്ച് ഫോണൊക്കെ ചെയ്ത് ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ എന്നുകൂടി മേസൻ ജേക്കിനോട് പറഞ്ഞു. ജേക്ക് ചോദിച്ച പോലെ ജേക്കിന് പണവും ഒരു ആയുധവും നൽകാനും മേസൻ മടിച്ചില്ല. അവിടെ നിന്ന് ജേക്ക് പോന്നു കഴിഞ്ഞപ്പോ റാംസിയുടെ ഒരു ഫോൺ കോൾ ജേക്കിനെ തേടിയെത്തി. കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. പക്ഷെ അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ജേക്ക് കോൾ കട്ട് ചെയ്യുകയാണ്. പിന്നാലെ റാംസി മുള്ളറോട് ലോക്കിനെ വിളിച്ച് ജേക്കിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏൽപ്പിക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം രക്ഷപ്പെട്ട് ഓടുകയായിരുന്ന ജേക്ക് തന്റെ മകന്റെ കൂട്ടുകാരനെ യാദൃച്ഛികമായി കണ്ടുമുട്ടുകയാണ്. അവനുമായി സംസാരിക്കുമ്പോൾ തന്റെ ഭാര്യയുടെയും മകന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്നൊരു വിവരം ജേക്ക് അറിഞ്ഞു. അന്ന് ഫ്രഷ് കൊല്ലാൻ വന്നപ്പോൾ ഫ്രഷിനൊപ്പം കോട്ടും സ്യൂട്ടും ധരിച്ച ഏജന്റുകളെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നതായിരുന്നു അത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് ലോക്കെത്തുകയും ജേക്കിനെ ആക്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. കുട്ടിയെ രക്ഷപ്പെടുത്തി ജേക്ക് അവിടെ നിന്ന് ഓടിമാറാൻ തുടങ്ങി. ലോക്ക് അവിടെ വലിയ ഷൂട്ടൌട്ടും ആളുകളെ കൊലപ്പെടുത്തലും നടത്തിയെങ്കിലും ജേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ജേക്ക് നേരെ പോയത് പണ്ട് ജോലി നോക്കിയിരുന്ന മെക്കാനിക് വർക്ക്ഷോപ്പിലേക്കായിരുന്നു. ഏളിനെ കണ്ട് കാര്യങ്ങൾ ജേക്ക് സംസാരിച്ചു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് റാംസിയുടെ ആളുകൾ കടന്നു വരികയാണ്. പിന്നെ അവിടെ നടന്നത് ഏളും ജേക്കും ഒന്നിച്ച് അവർക്കെതിരെ പോരടിക്കുന്നതായിരുന്നു. ഏലിയാസിനെ ഏൾ വെടിവെച്ചു കൊന്നു. ബ്രണ്ണറുടെ കഴുത്തിലേക്ക് സ്ക്രൂ ഡ്രൈവർ കുത്തിയിറക്കി ജേക്ക് വകവരുത്തി. ഏജാക്സ് വെടിവെച്ചെങ്കിലും ജേക്ക് ബ്രണ്ണറുടെ ബോഡി വെച്ച് കവർ ചെയ്ത ശേഷം മറഞ്ഞിരുന്നു. ഒടുവിൽ ഏജാക്സും ജേക്കും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കടക്കുകയാണ്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഏജാക്സ് ജേക്കിനെ കുത്താൻ പാഞ്ഞെടുത്തതും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന മുള്ളർ ഏജാക്സിനെ വെടിവെച്ചു കൊന്നു.
ഏളും സുരക്ഷിതനായിരുന്നു. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ തന്റെ വണ്ടിയുടെ കീ ഏൾ കൊടുത്തു. മുള്ളറും ജേക്കും അവിടെ നിന്ന് കാറിൽ പോകുമ്പോൾ തന്നെ രക്ഷിച്ചത് എന്തിന് എന്ന് ജേക്ക് ചോദിച്ചു. താനും സെക്ഷൻ 8 വിട്ടു പോകുവാൻ കുറെയായി നോക്കുകയാണ് എന്നായിരുന്നു മുള്ളർ പറഞ്ഞത്. റാംസിയുടെ ഇടം എവിടാണെന്ന് അറിയാമോ എന്നും അങ്ങോട്ടേക്ക് പോകണം എന്ന് ജേക്ക് മുള്ളറോട് പറഞ്ഞു. ആദ്യം മുള്ളർ വിസമ്മതിച്ചെങ്കിലും പിന്നീട് ജേക്ക് പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് അവർ വെച്ചുപിടിക്കുകയാണ്. അടുത്ത ദിവസം ഇരുവരും മൊണ്ടാനയിലേക്ക് എത്തി. റാംസിയുള്ള ഇടം കണ്ടെത്താൻ കാടിനുള്ളിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒരു അവസരത്തിൽ ജേക്കൊന്ന് തിരിഞ്ഞതും പെട്ടെന്ന് ആരോ ജേക്കിനെ അടിച്ചു വീഴ്ത്തുകയാണ്. ജേക്കിന്റെ ബോധം മറഞ്ഞിരുന്നു. ബോധം തെളിയുമ്പോൾ ജേക്ക് ബന്ദിയായിട്ടിരിക്കുകയാണ്. മുന്നിൽ റാംസിയുണ്ട്. റാംസിക്കൊപ്പം മുള്ളറും. മുള്ളർ തന്നെ പറ്റിച്ച് വിദഗ്ധമായി റാംസിക്ക് മുമ്പിൽ എത്തിക്കുകയായിരുന്നു എന്ന് ജേക്ക് തിരിച്ചറിഞ്ഞു. ആ സമയം ജേക്കിനോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് റാംസി പറഞ്ഞു. ജേക്ക് നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വന്നത് മേസൺ ആയിരുന്നു. അവിടെ വെച്ചാണ് ജേക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മേസൺ സെക്ഷൻ 8ന്റെ ഭാഗമായിരുന്നു. മേസൺ ഒക്കത്തിന്റെയും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജേക്കിനെ പറ്റി റാംസിക്ക് വിവരം കൊടുത്തതും ജേക്കിനെ കൂടെ കൂട്ടാൻ നിർദ്ദേശിച്ചതും മേസനാണ്. കുടുംബമായി ജീവിക്കുന്ന ജേക്ക് അതിലേക്ക് വരില്ല എന്ന് കണ്ടതും അവരായിരുന്നു പ്ലാൻ ചെയ്ത് ജേക്കിന്റെ ഫാമിലിയെ കൊലപ്പെടുത്തിയത് പോലും. കൂടെ നിന്ന് ചതിച്ചത് മേസനാണ് എന്നത് വിശ്വസിക്കാൻ ജേക്കിന് കുറച്ച് സമയമെടുത്തു. പിന്നീട് മേസണും മുള്ളറും റാംസിയും ഇരുന്ന് സംസാരിക്കുകയാണ്. ജേക്ക് ഒരു ബാധ്യതയാണെന്നും അവനിനി കൊന്നുകളയാം എന്നും റാംസി പറഞ്ഞപ്പോൾ മേസണും അത് ശരിവെച്ചു. ലാസ്റ്റ് ദൗത്യത്തിന് കിട്ടിയ പണം മുള്ളറും റാംസിയും ചേർന്ന് നോക്കിക്കൊണ്ടിരിക്കെ മേസൺ നേരെ ജേക്കുള്ള ഇടത്തേക്ക് ചെന്നു. ജേക്കിനടുത്തെത്തി ഉള്ള സത്യങ്ങൾ പറഞ്ഞു. സെക്ഷൻ 8നെ ഇല്ലായ്മ ചെയ്യാൻ അണ്ടർ കവറായി താൻ ഇതിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്യുകയായിരുന്നെന്നും നിലവിലിത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ജേക്കിന്റെ സഹായം തനിക്ക് വേണം എന്നും മേസൺ വ്യക്തമാക്കി. അതിനോടകം ബന്ധനാവസ്ഥയിൽ നിന്ന് ജേക്കിനെ മേസൺ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. മേസൺ പറഞ്ഞതിന്റെ സത്യാവസ്ഥ ജേക്കിന് ബോധ്യപ്പെട്ടു. അണ്ടർ കവറായി നിന്ന് സെക്ഷൻ 8നെ തകർക്കാനാണ് മേസൺ ശ്രമിച്ചത് എന്ന് ജേക്ക് മനസ്സിലാക്കിയതോടെ ജേക്കും മേസനും ഒന്നിച്ച് റാംസിക്കും സംഘത്തിനുമെതിരെ ഫൈറ്റ് ആരംഭിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ ഫൈറ്റ് മുള്ളറിനും റാംസിക്കും എതിരെ തിരിഞ്ഞു. ശക്തമായ പോരാട്ടത്തിൽ മേസൺ കൊല്ലപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് ഒക്കെ അവസാനിപ്പിച്ചേക്കണം എന്ന് മേസൺ ജേക്കിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് നടന്ന ആക്രമണത്തിൽ ഫൈറ്റിൽ ജേക്ക് മുള്ളറെ വകവരുത്തി. അപ്പോഴേക്കും റാംസി രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങുകയായിരുന്നു. കാറിൽ കയറി രക്ഷപ്പെട്ടു പോകുവാൻ റാംസി മുന്നോട്ടേക്ക് കുതിച്ചു. പിന്നാലെത്തിയ ജേക്കും മറ്റൊരു കാറെടുത്ത് റാംസിയെ ചേസ് ചെയ്യാൻ തുടങ്ങി. കാറിൽ നിന്ന് തന്നെ ഷൂട്ടൌട്ടും മറ്റും നടന്നു. ഒടുവിൽ റാംസിയുടെ കാർ ഒരു അപകടത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. ജയ്ക്ക് ഇറങ്ങിച്ചെന്നു. റാംസിയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അന്ന് സന്ധ്യയോടെ ജേക്ക് ജനറൽ സവോയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. മേസന് സെക്ഷൻ 8നെ ഇല്ലായ്മ ചെയ്യാൻ ഡ്യൂട്ടി കൊടുത്തിരുന്നത് ജനറൽ സവോയായിരുന്നു. ജേക്കാണൊക്കെ പൂർത്തീകരിച്ചത് എന്ന് മനസ്സിലാക്കിയ സവോയ് ജേക്കിന് പുതിയൊരു ജോലിയും നല്ലൊരു സ്ഥാനവും തന്റെ ടീമിൽ ഓഫർ ചെയ്തു. തനിക്കിനി ഒന്നിനു വേണ്ടിയും പോരടിക്കാനില്ല എന്ന് പറഞ്ഞ് ജേക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. എന്നെങ്കിലും മനസ്സ് മാറിയാൽ വിളിക്കാൻ മടിക്കണ്ട എന്ന് പറഞ്ഞ് സവോയ് ജേക്കിന് തന്റെ കാർഡ് കൊടുത്തു. ജേക്ക് അവിടെ നിന്ന് തിരികെ എത്തുമ്പോൾ വീട്ടിൽ ജേക്കിനെയും പ്രതീക്ഷിച്ച് ലോക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ ജേക്കിനെ കൊലപ്പെടുത്തണം എന്ന് ലോക്ക് വാശി പിടിച്ചു. അവർ തമ്മിൽ അവിടെ വെച്ച് കനത്ത ഫൈറ്റ് തന്നെ അരങ്ങേറി. ഒടുവിൽ തോക്കെടുത്ത് ജേക്ക് തന്നെ ലോക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. പിന്നാലെ ആ നഗരം വിട്ടുപോകാൻ ജേക്ക് തീരുമാനിച്ചിരുന്നു. ബസ്സിലിരിക്കുമ്പോൾ തന്റെ മുമ്പിൽ ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള സ്നേഹപ്രകടനം ജേക്ക് നോക്കിക്കണ്ടു. തന്റെ ഫാമിലിയുടെ ഓർമ്മ, മകന്റെ ഓർമ്മ ജേക്കിന്റെ ഉള്ളിലേക്ക് വന്നു. ജേക്ക് വൈകാതെ ഫോൺ എടുത്ത് സവോയെ വിളിച്ചു. അവരുടെ ടീമിൽ താൻ ജോയിൻ ചെയ്യുന്നുവെന്നും തനിക്കിപ്പോൾ ഒരു കാരണമുണ്ട് എന്നും ജേക്ക് പറഞ്ഞു. തന്റെ മകന്റെ മുമ്പിൽ ഹീറോവായി നിൽക്കുവാൻ ജേക്ക് താല്പര്യപ്പെട്ടിരുന്നു. സവോയ് ജേക്കിനെ സെക്ഷൻ 9ലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.